ഓ വെരി പ്രിട്ടി. ഓ ഞാൻ ഉദ്ദേശിച്ച കളർ തന്നെ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഒരു വീക്കെൻഡാണ് കേട്ടോ, സാറ്റർഡേ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരിത്തിരി ലേറ്റായി പോയി എണീക്കാൻ. ലേറ്റ് ആയതല്ല കേട്ടോ, ഞാൻ മനഃപൂർവ്വം കുറച്ച് നേരം കൂടി കിടന്ന് ഉറങ്ങിയതാണ്. കാരണം വീക്കെൻഡ്സ് ഒക്കെ അല്ലേ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. വീക്ക് ഡേയ്സ് യൂഷ്വലി ഒരു 7-7:30 ആകുമ്പോൾ ഞാൻ പൊങ്ങാൻ നോക്കാറുണ്ട്. കാര്യപരിപാടികളൊക്കെ തുടങ്ങണമല്ലോ, കുക്കിങ്ങും വൈഷ്ണവനെ പറഞ്ഞു വിടണം, എനിക്ക് ഓഫീസ് വർക്ക് തുടങ്ങണം, അങ്ങനെയൊക്കെ ആയിട്ട്. എന്തൊരു ശാന്തസുന്ദരമായ അന്തരീക്ഷം. രാത്രി നല്ല തണുപ്പുണ്ടായിട്ടോ. ബാംഗ്ലൂർ ഇപ്പം നല്ല തണുപ്പുണ്ട് അത്യാവശ്യം, രാത്രിയൊക്കെ വിൻ്റർ ആയതിൻ്റെ. പക്ഷെ പകലൊക്കെ നല്ല പ്ലെസൻറ്റ് ക്ലൈമറ്റ് ആണ്, അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ തുണിയൊക്കെ ഉണങ്ങാൻ എളുപ്പമാണ് കേട്ടോ. പക്ഷെ രാത്രി ആകുമ്പോഴത്തേക്ക് നല്ലൊരു തണുപ്പ് വരും. അതുകൊണ്ട് കിടന്ന് ഉറങ്ങാൻ എന്തൊരു സുഖമാണെന്നറിയോ. നമ്മളുടെ തൊട്ടടുത്ത് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്, പുതിയൊരു അപ്പാർട്ട്മെൻറ്റ് വരികയാണ്. അപ്പോൾ സ്ഥിരം അവിടെ നിന്നുള്ള ഒരു ഡ്രില്ലിങ് സൗണ്ടും പൊടിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ വിൻഡോസ് ക്ലോസ്ഡ് ആക്കിയിട്ടാണ് വെക്കാറ്. വിൻഡോ ക്ലോസ്ഡ് ആക്കി വെക്കുമ്പോഴത്തേക്കും എന്തോ നോയ്സ് ക്യാൻസലേഷൻ പോലെയാണ്, അപ്പോൾ എനിക്ക് വലിയ ബോദറേഷൻ ഇല്ല. ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ രാത്രിയിൽ ഭയങ്കര തണുപ്പാണ് ഇവിടെയെന്ന്. അതുകൊണ്ട് തന്നെ എണീക്കാൻ തോന്നാറില്ല. രാവിലെ ആകുമ്പോഴത്തേക്കും ചുരുണ്ട് കൂടി കിടന്ന് കുറച്ച് നേരം കൂടി ഉറങ്ങിയാൽ കൊള്ളാമെന്നുള്ളതാണ് എല്ലാ ദിവസവും എനിക്ക് തോന്നാറ്. പിന്നെ ഈയിടെയായിട്ട് വേറൊരു ബുദ്ധിമുട്ടും കൂടി ഉണ്ട്. ഈയിടെയായിട്ട് എനിക്ക് ഭയങ്കര സ്വപ്നങ്ങൾ കൂടിയിട്ടുണ്ട്. സ്വപ്നം കണ്ട് കണ്ട് ഉറങ്ങാൻ പറ്റണില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനത്തെ അവസ്ഥയായിട്ടുണ്ട്. എന്താണേലും നമ്മൾ രാവിലെ കഷ്ടപ്പെട്ട് ബെഡിൽ നിന്ന് ചാടി എണീറ്റിട്ടുണ്ട്. ഇനി നമുക്ക് രാവിലത്തെ റൂട്ടീനായിട്ടുള്ള ബ്രഷിങ്ങും പിന്നെ മുഖം കഴുകലും ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. എന്നിട്ട് നമുക്ക് നേരെ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കിടക്കാം കേട്ടോ. ഞാൻ യൂഷ്വലി എൻ്റെ മോർണിംഗ് റൂട്ടീൻ്റെ ഭാഗമായിട്ട് ജീര വാട്ടറാണ് കഴിക്കാറ്, വാം ജീര വാട്ടർ. അപ്പം നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വെക്കാം. ഇന്ന് വീക്കെൻഡ് ആണെന്ന് പറഞ്ഞില്ലേ, വീക്കെൻഡ്സ് ആണ് യൂഷ്വലി നമ്മളുടെ ലോണ്ട്രി ഡേ. എൻ്റെയും വൈഷുവിൻ്റെയും ഓഫീസ് വെയറും ലൗഞ്ച് വെയറും ഞാൻ സെപ്പറേറ്റ് ആണ് കേട്ടോ അലക്കാറ്. അങ്ങനെ രാവിലത്തെ പണികൾ കുറച്ചൊന്ന് ഒതുങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. വീട്ടിൽ ആതിരയുണ്ട് കേട്ടോ, വൈഷുവിൻ്റെ സിസ്റ്റർ. അവളുടെയും വൈഷുവിൻ്റെയും ഓഫീസ് ആനിവേഴ്സറി ആയിരുന്നു തലേ ദിവസം ഫ്രൈഡേ. അപ്പോൾ അവൾ ഇവിടെയാണ് നിന്നത്. ആതിരയുണ്ട്, അവളുടെ ഫ്രണ്ടും ഉണ്ട് കേട്ടോ കൂടെ. അപ്പോൾ അവർക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കാം. അവർക്ക് രാവിലെ ഇറങ്ങണം എന്ന് പറഞ്ഞു, കാരണം അവർക്കും അവരുടേതായ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാവില്ലേ. അപ്പോൾ അവരെ വേഗം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആക്കി കൊടുത്തിട്ട് വിടാം. ഇതിപ്പോൾ എനിക്കൊരു റൂട്ടീനാണ് കേട്ടോ. എൻ്റെ വാം വാട്ടർ കുടിക്കുന്ന സമയത്ത് ഞാൻ ഒരു സെൻറ്റഡ് ക്യാൻഡിലായി കത്തിച്ച് അന്നത്തേക്ക് എന്തൊക്കെ ചെയ്ത് തീർക്കണം എന്നുള്ള ഒരു മെൻറ്റൽ കാൽക്കുലേഷനൊക്കെ ഉണ്ടാവും മനസ്സിൽ. സെൻറ്റഡ് ക്യാൻഡിൽ കൊള്ളില്ല, അല്ലെങ്കിൽ അത്ര നല്ലതല്ല ഹെൽത്തിനെന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് ഞാൻ കണ്ടു. ആക്ച്വലി സോയ് വാക്സ് ക്യാൻഡിലാണ് നല്ല ഇൻഗ്രീഡിയൻസ് ആണെങ്കിൽ വലിയ കുഴപ്പമില്ല എന്നുള്ളതാണ് ഞാൻ എൻ്റെ റിസർച്ചിൽ കണ്ടത് കേട്ടോ. എനിവേസ് നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇന്ന് ദോശയും ചമ്മന്തിയാണ് കേട്ടോ. വൈഷുവിന് നല്ല ഇഷ്ടമാണ് കേട്ടോ ഗീ റോസ്റ്റ്. അപ്പം ഞാൻ നല്ല പേപ്പർ ക്രിസ്പി ദോശയാക്കി നെയ്യൊക്കെ ആക്കിയിട്ട് കൊടുക്കും. അത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് അവരിറങ്ങിയിട്ടോ. വൈഷുവും കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ്. എന്നിട്ട് വൈഷുവിന് ജിമ്മിൽ പോകാനുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി അതിന് പോയി. ബേസിക് കാര്യങ്ങളൊക്കെ ചെയ്തു. വൈഷു ഓൾറെഡി ജിമ്മിലേക്ക് പോയി. ഇനി നമുക്ക് ജിമ്മിലേക്ക് പോകണം. അപ്പോൾ നമുക്ക് ഇതും കുടിച്ചിട്ട് പെട്ടെന്ന് ജിമ്മിലേക്ക് ഇറങ്ങാം. അതിനു മുന്നേ നമുക്ക് നമ്മുടെ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇന്ന് ഈ വീഡിയോ എടുക്കാൻ പ്രത്യേക ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നാണ് ഫൈനലി ഞാൻ എൻ്റെ ക്രിസ്മസ് ഡെക്കറേഷൻസും ക്രിസ്മസ് ഡെക്കോറും ചെയ്യാൻ പോകുന്നത്. അപ്പം വീട് ഫുള്ള് ക്രിസ്മസിന് വേണ്ടി ഡെക്കപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പം അതാണ് കേട്ടോ ഇന്നത്തെ മെയിൻ വ്ളോഗ്. അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ കൊച്ചു ഡേ ഇൻ മൈ ലൈഫ് പോലെ നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങാനുണ്ട്. രണ്ടൂന്ന് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. അതിനൊപ്പം തന്നെ നമുക്ക് നമ്മളുടെ ക്രിസ്മസ് ഡെക്കോറും കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കണം. നാളെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വരുന്നുണ്ട്. അപ്പോൾ അവർ വരുമ്പോഴത്തേക്കും നമുക്ക് ഫുള്ള് ഡെക്കപ്പ് ചെയ്തിട്ട് ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങാം. കുറേ നാളായിട്ടോ ഞാൻ എൻ്റെ ക്രിസ്മസ് ഷോപ്പിംഗ് വ്ളോഗ് 1-2 ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഞാൻ കുറേ സാധനങ്ങൾ മേടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഈ മേടിക്കുന്നതിൻ്റെ അത്ര എളുപ്പമല്ല ഇതൊക്കെ. കറക്റ്റ് സാധനങ്ങളിൽ സെറ്റ് ചെയ്ത് ഇങ്ങനെ പ്രോപ്പർ നല്ല ഭംഗിയിൽ ഇങ്ങനെ ക്രിസ്മസ് ഡെക്കോർ നല്ല ഭംഗിയിൽ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ അത്ര എളുപ്പമല്ല എന്നതാണ് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ മടി പിടിച്ച് ഇങ്ങനെ പിന്നെ അടുത്ത ആഴ്ച ആവാം എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ഇനി അടുത്ത ആഴ്ച ആവാൻ സമയമില്ല, കാരണം അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്ക് ക്രിസ്മസ് കഴിയും. അതുകൊണ്ട് നമുക്ക് ഇന്ന് തന്നെ ചെയ്യണം, ഇന്നേ ഉള്ളൂ ദിവസം. അപ്പോൾ നമുക്ക് ഇന്ന് അതും ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ സ്കിൻ കെയർ നോക്കിയിട്ട്
പെട്ടെന്ന് ജിമ്മിലേക്ക് പോവാം. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് വൈഷുവും കൂടി വരട്ടെ. വൈഷുവിനും കൊടുക്കാനുണ്ട് പണി. ആള് എൻ്റെ അടുത്ത് മുങ്ങി നടക്കുകയാണ്. പുള്ളിക്ക് ഭയങ്കര മടിയുള്ള കാര്യമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ളത്. വൈഷു എനിക്ക് സപ്പോർട്ടായിട്ട് നിൽക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഒരു കൊച്ചു ഡേ ഇൻ മൈ ലൈഫും കൂടി കാണാം എങ്ങനെയാണ്. ഇനി നമ്മുടെ ഫസ്റ്റ് തിങ് മോയ്സ്ചറൈസർ, ലിപ് ബാം. ഈ NMFന്റെ ലിപ് ബാം നല്ലതാണ് കേട്ടോ. എൻ്റെ ലിപ് ഡാർക്ക്നെസ് ഒക്കെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്ത ഒരു ബാമാണ്. എനിക്കിഷ്ടമാണ്. കുറച്ച് സൺസ്ക്രീനും കൂടി ആവാം. ഇത് രണ്ടുമാണ് ഞാൻ മെയിനായിട്ട് സൺസ്ക്രീനിന് വേണ്ടി യൂസ് ചെയ്യാറ്. ഡോക്ടർ ഷെറ്റ്സ് ആൻഡ് എക്കോളജിക്ക. മുഖത്ത് കുറേ കുരുവൊക്കെ വരുന്നുണ്ടോ. ഇത് മാറ്റാനുള്ള ഒരു തത്രപ്പാടിലാണ് ഞാൻ ഒരു കാര്യം ചെയ്യാനുണ്ട്. അത് എഫക്റ്റീവായി വർക്കായി കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം കേട്ടോ. കുറച്ച് അധികം നാളെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. നോക്കട്ടെ, അത് വർക്ക് ആവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ അതാണ് നമ്മുടെ സ്കിൻ കെയർ. ഇനി നമുക്ക് പോയി ജിം വെയറിലേക്ക് മാറിയിട്ട് ഓടി ഇറങ്ങാം. അപ്പോൾ ദേ ഞാൻ ജിമ്മിലേക്ക് പോകാനുള്ള റെഡി ആയിട്ടുണ്ട്. നമുക്കിനി പെട്ടെന്ന് പോയിട്ട് വരാം. വന്നിട്ട് കുറേ പണികളുണ്ട്. ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ കൾട്ടിലായിരുന്നു പോയിക്കൊണ്ടിരുന്നതെന്ന്. പക്ഷേ ഇപ്പോൾ എനിക്ക് സ്കൂട്ടർ ഇല്ലേ കയ്യിൽ, അതുകൊണ്ട് കൾട്ടിൽ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാവണം. പ്ലസ് ഈ സീസൺ ആകുമ്പോഴത്തേക്കും നമുക്കൊന്ന് ബെഡിൽ നിന്ന് എണീക്കുന്ന തന്നെ വലിയ കാര്യം എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ സൊസൈറ്റി ജിമ്മിലാണ് പോവാറ്. സോ അങ്ങോട്ടാണ് ഞാനിപ്പോൾ പോകുന്നത്. ഇതാണ് ഞങ്ങളുടെ ജീവിതത്തിൽ നടന്ന വേറൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ചേഞ്ച്. റോണിയാണ് ഞങ്ങളുടെ ആശാൻ. ഇപ്പോൾ റോണിയുടെ അത്ര ഡെഡിക്കേഷൻ ഉള്ള ഒരു മനുഷ്യനെ ഞാൻ കണ്ടത് വളരെ കുറവായിരിക്കും എൻ്റെ ജീവിതത്തിൽ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് തോന്നി റോണീൻ്റെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ കൺസിസ്റ്റൻസി ബിൽഡ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കുന്നു. അങ്ങനെ വൈഷു ആദ്യം ചേർന്നു റോണീൻ്റെ അടുത്ത് ഇത്തിരി ട്രെയിൻ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നൂണ്ട് കയറിയതാണ് കേട്ടോ. പിന്നെ റോണി സമ്മതിച്ചു പോന്നോളാൻ പറഞ്ഞിട്ട്. ചെറുതായിട്ട് എത്രയാണ്? 100 kilos. മാക്സിമത്തിലിട്ടിട്ട്. റോണി ഒരു 10-15 ഇയേഴ്സ് ആയിട്ട് ജിമ്മിൽ കൺസിസ്റ്റൻ്റ്ലി വരുന്നൊരു മനുഷ്യനാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് ഇതിനെക്കുറിച്ചൊക്കെ നല്ല ധാരണയുണ്ട്. പുള്ളി നമ്മളടുത്ത് പറയും ഓരോ ക്വാളിറ്റി ഓഫ് റെപ്സ് ആണ് ഇമ്പോർട്ടൻറ്റ്, സ്ലോ റെപ്സ് ആണ് ഇമ്പോർട്ടൻറ്റ്, എന്തൊക്കെ വേരിയൻസ് ചെയ്യണം ഒരേ മെഷീനിൽ തന്നെ ഡിഫറെൻറ്റ് മസിൽസ് എഫക്റ്റ് ആവാൻ. സോ അങ്ങനെയൊക്കെ നോക്കി ഒരു ശാസ്ത്രീയ വശത്തിലും കൂടിയാണ് ഞങ്ങളുടെ ട്രെയിനിങ് പോകുന്നത് കേട്ടോ. അതിൻ്റെ എഫക്റ്റ് വൈഷുവിന് കാണാനും ഉണ്ട്. വൈഷു ഇപ്പോൾ 3 to 4 വീക്സായി റോണിൻ്റെ അടുത്ത് പോകാൻ തുടങ്ങിയിട്ട് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റേതായ ഒരു മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വൈഷുവിനും കണ്ടു തുടങ്ങി. അങ്ങനെ ജിമ്മിലെ കസരത്തൊക്കെ കഴിഞ്ഞ് എനിക്ക് ത്രെഡ് ചെയ്യാൻ പോകണമായിരുന്നു. അങ്ങനെ ഞാൻ സൊസൈറ്റിയിലെ പാർലറിൽ തന്നെ വന്ന് ത്രെഡ് ചെയ്ത് നേരെ വീട്ടിലേക്ക് പോയി. ഏതാണ് ഒരു മത്സ്യകന്യകൻ കിടക്കുന്നത് അവിടെ? ഹലോ, നല്ല അടിപൊളി വർക്കൗട്ടായിരുന്നു തോന്നുന്നു. നല്ലൊരു വർക്കൗട്ട് കഴിഞ്ഞു. ഞാൻ ത്രെഡ് ചെയ്യാൻ പോയി ഇടയ്ക്ക്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് വീട്ടിലെത്തി. ലഞ്ച് കഴിക്കാൻ കുഞ്ഞു വിശക്കണോ? പ്രോട്ടീൻ പൗഡർ കഴിച്ചോ? പ്രോട്ടീൻ ഷേക്ക്. 1 മണിക്കൂർ വെയിറ്റ് ചെയ്യണോ? നിങ്ങൾ വെയിറ്റ് ചെയ്തോളാം, ഞാൻ കഴിക്കാം, എനിക്ക് വിശക്കണം. അപ്പം നമുക്ക് കഴിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡെക്കറേഷൻസ് ചെയ്യണം ചേട്ടാ. അപ്പോൾ നല്ലൊരു വർക്കൗട്ട് സെഷൻ കഴിഞ്ഞ് നമ്മളിത് തിരിച്ച് വീട്ടിലെത്തി. ഞാനൊന്ന് ത്രെഡ് ചെയ്യാൻ പോയി കേട്ടോ. നല്ല കാട് പോലെ വളർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ത്രെഡിങ് ആയി കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി. ഇനി ഒന്ന് കുളിക്കണം. നല്ല വിശക്കുന്നുണ്ട്. രാവിലെ കാര്യമായിട്ടൊന്നും കഴിച്ചില്ല. ബിക്കോസ് പെട്ടെന്ന് ഒരു പഴവും പിന്നെ വെള്ളവും കുടിച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പം നമുക്ക് ലഞ്ച് കഴിക്കാൻ എനിക്ക് കാര്യമായിട്ട്. അപ്പോൾ കുളിച്ചിട്ട് വരാം. അതാണ് ഫസ്റ്റ്. കന്യകനെ പോലെ കിടക്കുകയാണ് കുഞ്ഞു. എന്നിട്ട് പോയി കുളിക്കണമൊന്നുമില്ലേ? എന്നിട്ട് നമുക്ക് പരിപാടി താങ്ങണ്ടേ? ഈ പ്രാവ് കുഞ്ഞു അവര് ഫാമിലി ആയിട്ട് ഇവിടെ എന്താണിത്? ഒന്ന് വരൂ. 2 എണ്ണം ഭാര്യയും ഭർത്താവുമാണ്. ഒരു നാണമില്ലാണ്ട് നോക്കി ഇവിടെ ഇരിക്കണേ. ഹലോ, ഒരു പേടിയില്ല. എന്താ ചെയ്യ? കുഞ്ഞു ഓടിയാ? നിന്നെ കണ്ടിട്ടൊന്നുമല്ലേ ഓടിയത്. അതിന് എണീറ്റ് പോകാൻ തോന്നി, അതുകൊണ്ട് എണീറ്റ് പോയത്. അല്ലാണ്ട് അതിന് ഒരു കൂസലും ഇല്ല. എത്ര നാളായി ഇവരെ കൊണ്ട്?
പെട്ടെന്ന് വളരണുണ്ട്. അവര് പെട്ടെന്ന് ചെയ്തു. ഒരു കുളി പാസ്സാക്കി നമ്മൾ ഇറങ്ങി. നമുക്ക് ലഞ്ച് കഴിക്കാം. പക്ഷെ ലഞ്ചിന് മുന്നേ നമുക്ക് ചെറിയൊരു സ്കിൻ കെയർ കൂടി ചെയ്യാം. രാവിലെ നമ്മൾ ജിമ്മിൽ പോണതിൻ്റെ സ്കിൻ കെയർ ആയിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ വീട്ടിലിരിക്കുന്നതിനുള്ള സ്കിൻ കെയർ ആണ്. ഒരു ക്രീമും കൂടി തേച്ച് നമുക്ക് ഈ ഒരു സംഭവം അവസാനിപ്പിക്കാം. നമുക്ക് ലഞ്ച് കഴിക്കാം. ഓൾറെഡി ലഞ്ചിനുള്ള സംഭവങ്ങളൊക്കെ ഏകദേശം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഇന്നലെ വൈഷുവിൻ്റെ സിസ്റ്റർ ആതിര വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ചിക്കൻ കറിയും പിന്നെ ചോറും ഒക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു വൈകിട്ട്. അപ്പോൾ അത് തന്നെ ഉണ്ട് കുറച്ച്. അപ്പോൾ നമുക്ക് അത് കഴിക്കാം. ഹലോ, ഇതെന്താണിത്? പയറ്, ചിക്കൻ കറി, ചോറ്, ഫിഷ് മാംഗോ കറി ഫ്രം പാരഗൺ. വൈഷു കൊണ്ടുവന്നതാണ്. പിന്നെ നമ്മുടെ ചെമ്മീൻ ചമ്മന്തി. ഇതൊക്കെയാണ് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയത്. അപ്പൊ നമുക്ക് വേഗം കഴിക്കാം. ഞാൻ ഡെയിലി കുക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളൊന്നും അല്ല കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ് ഡെയിലി ഉണ്ടാക്കാറ്. ബാക്കി ലഞ്ചാണെങ്കിലും ഡിന്നർ ആണെങ്കിലും മാക്സിമം 2 ദിവസത്തേക്കൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കറി ആണെങ്കിൽ അതൊന്നെങ്കിൽ പിറ്റേന്ന് ലഞ്ചിലേക്കോ ഡിന്നറിലേക്കോ എടുക്കാനാണ് ഞങ്ങൾ ട്രൈ ചെയ്യാറ്. മാക്സിമം 2 ദിവസമേ എടുക്കുള്ളൂ കേട്ടോ. അതിൽ കൂടുതൽ പോവാറില്ല. വീക്കെൻഡ്സ് യൂഷ്വലി സാറ്റർഡേ ഞാൻ നല്ലൊരു ലഞ്ച് പ്രിപ്പയർ ചെയ്യും. സൺഡേസ് ഓർഡറിൻ ചെയ്യാറാണ് കേട്ടോ നമ്മുടെ പതിവ്. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച് ഒരു മൂവിയൊക്കെ കണ്ട് അതിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടി ഒന്ന് കിടന്ന് ഉറങ്ങി. വൈകിട്ട് ഞാൻ ഇവിടെ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ, ഡ്രസ്സൊക്കെ മാറിയിട്ട്. എന്തായാലും നമ്മൾ വീടിനെ ഒരുക്കാൻ പോവല്ലേ ക്രിസ്മസിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഓർത്തു ഞാനും ഒന്ന് ഒരുങ്ങിയിരിക്കാം. അപ്പോൾ അങ്ങനെ ഞാനൊരു അത്ര ക്രിസ്മസി അല്ലാത്ത ജമ്പറിലേക്ക് മാറിയിട്ടുണ്ട്. എനിക്കൊന്ന് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ഞാനും മിഷിയും റീമയും കൂടി ഇന്നാള് പോയിട്ട് സൂഡിയോന്ന് എടുത്ത ഒരു ജമ്പറാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് അത്യാവശ്യം നല്ല വാം ആക്കി വെക്കുന്നുണ്ട്. സോ ഞാൻ ജമ്പറിലേക്ക് മാറി. ഇനി നമുക്ക് ട്രീ എടുക്കാം. ട്രീ എവിടെയോ 2 ദിവസമായിട്ട് അവനെ താഴെ ഇറക്കിയിട്ടുണ്ട് ഞങ്ങൾ. പക്ഷെ അവനൊന്നും എടുത്ത് വെക്കാനുള്ള സമയം കിട്ടിയില്ല. അപ്പോൾ ഇന്നാണ് ആ സുദിനം. അപ്പോൾ വൈഷു വരട്ടെ. വൈഷു വന്നിട്ട് വേണം ട്രീനെ നമുക്കൊന്ന് സെറ്റ് ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് റീമേനെയും കൂടി വിളിക്കേണ്ടി വരും. കാരണം എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല. ഞാൻ ആദ്യത്തെ പ്രാവശ്യമാണ് കേട്ടോ ക്രിസ്മസ് ട്രീ വെക്കണേ. ആദ്യത്തെ വർഷമാണ് ഞാൻ സ്വന്തമായിട്ട് ക്രിസ്മസ് ട്രീ വെക്കണേ. വീട്ടിൽ വെക്കാറുണ്ട്. വീട്ടിൽ വെക്കുമ്പോഴത്തേക്ക് ഞാനും കൂടാറുണ്ട്. ഓഫ് കോഴ്സ് ബോബിൾസ് ഹാങ് ചെയ്യാനും പിന്നെ ഡെക്കറേഷൻസിനൊക്കെ. പക്ഷെ നമ്മളുടെ സ്വന്തം വീട്ടിൽ നമ്മൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ ക്രിസ്മസ് ട്രീ വെക്കാൻ പോകണം. കഴിഞ്ഞ കൊല്ലമൊക്കെ ക്രിസ്മസ് ഡെക്കോറൊക്കെ വെച്ചിട്ട് അലങ്കോലപ്പണികളൊക്കെ ഉണ്ടായിരുന്നു ക്രിസ്മസിന്. പക്ഷെ ട്രീ ആയിട്ട് ആദ്യത്തെ കൊല്ലാണ് വെക്കാൻ പോണേ. കുഞ്ഞോ, ട്രീ എടുത്തിട്ട് തരാം പ്ലീസ്. നമ്മൾക്ക് സെറ്റ് ചെയ്യാൻ തുടങ്ങാം. ക്രിസ്മസ് ട്രീ ഇപ്പോൾ വൈഷു എടുത്തിട്ട് വരും. അത് കഴിഞ്ഞിട്ട് ബോബിൾസും കാര്യങ്ങളൊക്കെ ഉള്ള കിറ്റ് ഞാനിപ്പോൾ എടുത്തിട്ട് വരും. അത് കഴിഞ്ഞിട്ട് നമുക്കത് സെറ്റ് ചെയ്ത് തുടങ്ങാം. ഇന്നത്തോടെ തീർക്കണം. ബിക്കോസ് ലാൻറ്റേൺസും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സ്പോട്ടുകൾ അവിടെ ഇവിടെയൊക്കെ എന്താണ് ഈ ഉള്ള സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് അവിടെയാണ് വെക്കുക. അപ്പോൾ അതിൻ്റെ മാറ്റം. എന്നിട്ട് ലാസ്റ്റ് എനിക്ക് തോന്നുന്നു, ലാസ്റ്റ് അല്ല, തീരണയ്ക്ക് ജസ്റ്റ് മുന്നേ റീമാനെ വിളിക്കാം. അപ്പോൾ അവളുടെ ഐഡിയാസും കൂടി ഒന്ന് കിട്ടൂലോ. സോ അതിനിടയ്ക്ക് എനിക്ക് നമ്മളുടെ വളരെ ക്ലോസ് ഫ്രണ്ടായ ഐശ്വര്യ ചേച്ചിൻ്റെ അടുത്ത് പോകാറുണ്ടായിരുന്നു. തൊട്ടപ്പുറത്തെ ടവറിൽ. ചേച്ചി പുറത്ത് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചേച്ചിയുടെ ഒരു ജുംക്ക ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്കൊരു റീലിന് വേണ്ടിയിട്ട് ഇടാൻ. സോ അതെടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ ഞാൻ പെട്ടെന്ന്. അവിടെ ചെന്നപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ കണ്ടു കേട്ടോ. ഐശ്വര്യ ചേച്ചിയുടെ മോള് അവനി ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ ചേച്ചിയുടെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് ഭാൻസു ക്ലാസ്സസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫൺ ആൻഡ് ഇന്ററാക്റ്റീവ് മാത്ത് ക്ലാസ് ആണെന്നുള്ളത്. ഈ ഒരു ഭാൻസു ക്ലാസ്സസ് എന്ന് പറഞ്ഞിട്ടുള്ളത് നീലകണ്ഠ ഭാനു എന്ന് പറഞ്ഞിട്ടുള്ള വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഹ്യൂമൻ കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ആക്ലിഡ്സും അവാർഡും ഒക്കെ കിട്ടിയിട്ടുള്ള ഒരു സാറ് അറേഞ്ച് ചെയ്യണ ക്ലാസ്സസ് ആണ് കേട്ടോ. അപ്പൊ ഇത് അറിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കുറച്ചു നേരം അവരുടെ ഇന്ററാക്ഷൻ ഇങ്ങനെ നോക്കി നിന്നു. അവനി എത്ര എൻജോയ് ചെയ്യാനുണ്ട്, ടീച്ചർ എത്ര ഇന്ററാക്റ്റീവ് ആണെന്നുള്ള കാര്യം അറിയാൻ. അവനി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യണോ ഈ ക്ലാസ്സസ് എന്ന് എനിക്ക് തോന്നിയിട്ട്. അവള് മെന്റൽ കാൽക്കുലേഷൻ ചെയ്യാനുണ്ടായിരുന്നു, ആൻസേഴ്സ് പറയാനുണ്ടായിരുന്നു. അവള് എൻജോയ് ചെയ്യാനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. And then regroup at the top of 2. And then 9 plus 2 is how much? 9 plus 2 is 11.
How to read the sentence? Avnika is a beautiful girl. Yes, you read it right. So you meant to. So it is testing also. Okay. Let's take another example. നല്ല കാര്യങ്ങൾ കണ്ടാൽ ഷെയർ ചെയ്യണം എന്നാണല്ലോ. അപ്പം ഞാൻ ഈ ക്ലാസ്സസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാട്ടോ. അണ്ണാക്ക് പൊള്ളണ്ട, സൂക്ഷിച്ച്. ചേച്ചി എനിക്ക് ബോണ്ട തന്നു. ഭയങ്കര ചൂട് കേട്ടോ അത്. ഇനി ഞാൻ ചോദിച്ച ജുംക്ക എടുത്തോളൂ. ഒരു ജുംക്കയ്ക്ക് വേണ്ടി വേണം. താങ്ക്സ് ചേച്ചി, അടിപൊളി. ഓ വെരി പ്രിട്ടി. ഓ ഞാൻ ഉദ്ദേശിച്ച കളർ തന്നെ. താങ്ക് യു. ഒരു ബോണ്ട ചോദിച്ചപ്പോൾ 1000 ഒരു 10 ബോണ്ട തന്നു. താങ്ക് യു. എനിക്ക് വേണ്ട ഇത്രയും. ചായ വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആദ്യം മര്യാദയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് നിർബന്ധിച്ചു. അപ്പോൾ ബോണ്ടയും കൂടി ആയപ്പോഴത്തേക്ക് എനിക്ക് ചായ കുടിക്കാൻ ഒരു മൂഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പം എൻ്റെ ചായ ആവാം. ബോണ്ട് കഴിക്കാം, പക്ഷെ സോസ് കഴിക്കാൻ പറ്റില്ല. അത് ഒരു തട്ടിക്കൂട്ട് ബോണ്ടയാണെന്നാണ് ചേച്ചി ഉദ്ദേശിച്ചത്. താങ്ക് യു. ജുംക്കി എടുക്കാൻ പോയതാണ് എനിക്ക് ഓർമ്മയുള്ളത്. പിന്നെ ചായയായി, ബോണ്ടയായി, ആൾക്കാരായി. വൈഷു വന്നു. ഞാൻ ചേച്ചിയെടുത്ത് പറഞ്ഞു എന്തായാലും നമ്മളിരുന്ന് വർത്താനം പറയല്ലേ, അപ്പോൾ വൈഷുവിനെ കൂടെ വിളിക്കാന്ന്. അപ്പോൾ അതേ വൈഷുവും വന്നു. പിന്നെ കുറേ നേരം വർത്താനമായി. നമ്മൾ കൂടി കഴിഞ്ഞ് വർത്താനം പറയലിന് ഒരു പഞ്ഞവും ഇല്ല. അങ്ങനെ വർത്താനം പറഞ്ഞ് ഞാൻ റിയലൈസ് ചെയ്തു നമ്മൾ 1.5 മണിക്കൂറായി വന്നിട്ടാണ്. അപ്പോൾ നമ്മൾ എന്തായാലും പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമായിരുന്നു. കുറച്ച് അല്ലറ ചില്ലറ കാര്യപരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പറഞ്ഞു പിന്നെ ഒരു ദിവസം വന്ന് ബാക്കി വർത്താനം കണ്ടിന്യൂ ചെയ്യാമെന്ന്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. വൈഷുവിന് അർജൻറ്റായിട്ടൊരു പണി വന്നിട്ടുണ്ട്. അപ്പോൾ ആ പണി കഴിഞ്ഞിട്ട് നമ്മളുടെ ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യണം. അതാണ് ഇന്നത്തെ മെയിൻ. അത് കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ റീമക്കുട്ടനെ കൊണ്ടുവരണം. കാരണം എനിക്ക് ഇതിനെക്കുറിച്ച് വലിയൊരു ഐഡിയ ഇല്ല. അതുകൊണ്ട് റീമക്കുട്ടൻ വന്നിട്ട് വേണം എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അവിടെ ഇവിടെയൊക്കെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് തരാൻ. അപ്പോൾ അവളെ വിളിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ പുറത്ത് പോയി വരണ വഴി, ഒന്നെങ്കിൽ പുറത്ത് പോയി വരണ വഴി അവളെ കൂട്ടണം. ഇല്ലെങ്കിൽ ഇന്ന് രാത്രി നമുക്ക് വളരെ ക്ലോസ് ഫ്രണ്ടായ വിജയശേട്ടൻ്റെ മോളുടെ അച്ചുവിൻ്റെ ബർത്ത്ഡേ പാർട്ടിയാണ്. അപ്പോൾ ആ ബർത്ത്ഡേ പാർട്ടിക്ക് പോകണം. അപ്പോൾ അതൊക്കെയാണെന്ന് പരിപാടി. അപ്പോൾ ഒന്നെങ്കിൽ ആ പാർട്ടി കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യും, വിച്ച് ഈസ് 12 മണി ഓർ 1 മണി ഇൻ ദ നൈറ്റ്. അല്ലെങ്കിൽ അറിയുമോ ആട്ടിയില്ലെങ്കിൽ ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ കുറച്ച് ഡെക്കോർ ചെയ്തിട്ട് വൈകിട്ട് വന്നിട്ട് ബാക്കിയും കൂടി തീർക്കും. അതാണ് പ്ലാൻ. നടക്കുമോ നോക്കാം. ഈ ജുംക്ക ഞാൻ എടുക്കാൻ പോയത് എനിക്കൊരു റീൽ എടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ഡ്രസ്സിന് മാച്ച് ആയിട്ടുള്ള ഈ ഒരു ജുംക്ക മാച്ച് ആവുന്ന എനിക്ക് നല്ലോണം തോന്നുന്നു. നല്ല ഭംഗിയുള്ള കളർ. അപ്പോൾ ചേച്ചിയെടുത്താണെങ്കിൽ ഇങ്ങനത്തെ സകല സാധനങ്ങൾ ചേച്ചിയെടുത്ത് ഈ കളക്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ പോയിട്ടാണ് ഇടയ്ക്ക് ഇങ്ങനെ ഷോപ്പ് ചെയ്യാറ്. എന്തെങ്കിലും വേണമെങ്കിൽ ചേച്ചി ഈ ഒരു സാധനം എടുത്തോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഷോപ്പ് ചെയ്യാൻ പോയതാണിത്. നല്ല ഭംഗിയില്ലേ, വെരി പ്രിറ്റി കളർ. ഇത് എൻ്റെ ഡ്രസ്സിന് നല്ലോണം ചേരും. അതുകൊണ്ടാണ് ഞാൻ ഇത് ചൂസ് ചെയ്തിട്ട് വന്നത്. നല്ല രസമുണ്ട്. ഇതാണ് ടോപ്പിൽ വെക്കുന്നത്. ഇതാണ് ഏറ്റവും ടോപ്പിൽ വെക്കുന്നത്. ഏറ്റവും ബേസാണ് അതാണ് ഏറ്റവും ബേസ്. നോക്ക്, അപ്പൊ ഇതോ ശരി. ഇത്തിരി ബേസിന് സ്ഥലം വേണം. ഇത് വെച്ചു എൻ്റെ മുകളിൽ വെച്ച് തരുമോ? മനസ്സിലായോ? അപ്പോൾ നമ്മൾ ബേസ് എത്രയാണെന്ന് നോക്കണം. എന്നിട്ട് വേണം എത്ര സ്ഥലം വേണ്ടി വരും എന്നറിയാം. അത്രയേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഇനി ഇത് ഓരോന്നായിട്ട് വിടർത്തണമായിരുന്നു. ഓക്കെ, അത് വെച്ചാൽ വിടർത്താൻ പറ്റുമോ? പറ്റും. ഇങ്ങനെ വെടിവെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വിടർന്ന് പോരും. കണ്ടോ? വൃത്തി സെറ്റാക്കണം. ബോബിൾസ് ഒക്കെ ഹാങ് ചെയ്യാം. ഭയങ്കര വലുതാണ് ട്രീ. ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടല്ലേ? നോക്കൂ, ട്രീ വെച്ചു. ഇനി ഇതിൻ്റെ ബാക്കി പണികളൊക്കെ നമുക്ക് എടുക്കാനുണ്ട്. നമുക്ക് തുടങ്ങാം.
ഈ കവറിൽ മൊത്തം ഞാൻ ഇപ്രാവശ്യം ക്രിസ്മസിന് വേണ്ടി മേടിച്ചിട്ടുള്ള കുറേ സെറാമിക് ഐറ്റംസും ഡെക്കോർ ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇനി ഇതിനെ ഓരോന്നോരോന്നായിട്ട് എടുത്ത് നമുക്ക് ഇതിൻ്റെ സ്ഥാനത്ത് വെക്കാം. അതിനു മുന്നേ ഞാൻ എറണാകുളത്ത് നിന്ന് മേടിച്ച കുറച്ച് സെറാമിക് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് എടുത്ത് വെക്കാം, എന്നിട്ട് അറേഞ്ച് ചെയ്യാം. അങ്ങനെ ഫൈനലി ഇവരൊക്കെ കബേർഡിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനി ഇവർക്കൊക്കെ ഉള്ള ഓരോ സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് അവരെയൊക്കെ അവിടെ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക്. ദേ എൻ്റെ സ്നോഫ്ലേക്ക് ഹാങ്ങിങ് ഡെക്കോർ എങ്ങനെയുണ്ടത്? ഈ ടീപോട്ടിനെ ആർക്കെങ്കിലും എന്തെങ്കിലും പരിചയമുണ്ടോ? നമ്മൾ കഴിഞ്ഞ ഷോപ്പിംഗ് വ്ളോഗിൽ കാണിച്ചിരുന്നു ഇവനെ പോയി മേടിച്ചിട്ട് വരുന്നത്. ഇന്നത്തെ ഒരു ദിവസം എവിടേക്കാണ് പോയെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ. എണീറ്റതും ജിമ്മിൽ പോയതും മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. വൈകിട്ടായപ്പോഴത്തേക്ക് നമുക്ക് പാർട്ടിക്ക് പോകാൻ റെഡി ആവാനായി. ഞാൻ ദേ ഇവിടെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ടേബിളിൽ എടുത്ത സാധനം അങ്ങനെ അവിടെ ഇട്ടിട്ട് ഞാൻ ദേ പോന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ വൈകിട്ട് നമുക്കൊരു പരിപാടി ഉണ്ടെന്ന്. ഇന്നത്തെ ദിവസം എങ്ങനെയാ പോയെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ. രാവിലെ എണീറ്റ ഓർമ്മയുണ്ട്, ജിമ്മിൽ പോയത് നല്ല ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഷുർ എന്ന് പറഞ്ഞിട്ടൊരു പോക്കായിരുന്നു. എനിവേസ് വൈകിട്ട് 6:45 നമുക്ക് ഇനി ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് പോയി വന്നിട്ട് ബാക്കി അറേഞ്ച്മെന്റ്സ് ചെയ്യാം ക്രിസ്മസിന്റെ. അപ്പം ഇതാണ് നമ്മളുടെ പരിപാടി. ഏതാ എന്തിനാ അപ്പോൾ ഞാനിവിടുത്തെ ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇനി നമുക്ക് പാർട്ടിക്ക് പോയിട്ട് വരാം. നമുക്കപ്പോൾ രാത്രി വന്നിട്ട് സാധനങ്ങളൊക്കെ ഡെക്കറേറ്റ് ചെയ്യാം. വെരി എക്സൈറ്റഡ് ഫോർ ഇട്ടോ, ബിക്കോസ് എൻ്റെ ഫസ്റ്റ് ക്രിസ്മസ് ആണ്. ക്രിസ്മസ് ട്രീ ഒക്കെ അറേഞ്ച് ചെയ്യണം നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ വെരി എക്സൈറ്റഡ്. ഇന്ന് രാത്രിക്ക് എല്ലാം സെറ്റ് ചെയ്യണം. ഇല്ല വൈഷു? ഏയ് ഇതാണ് വൈഷുവിൻ്റെ ഊട്ടഡ്. എന്താണ് ഊട്ടഡ് എന്നറിയോ? എന്താണ്? ഓ വലിയ പുള്ളിയാണ്, നല്ല രസമുണ്ട്. ചെന്നപ്പോ തന്നെ എൻ്റെ കുറെ ഫ്രണ്ട്സ് അവിടെ ഇരിപ്പുണ്ടായിട്ടോ. പിന്നെ ഒരു ചെയർ എടുത്തിട്ട് ഞാൻ അങ്ങോട്ട് വർത്താനം തുടങ്ങി. ഓരോ കാര്യങ്ങളും കളികളും തമാശകളൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോയി. ഇനി ഫുഡ് കഴിക്കാറാവുമ്പോഴേ ഇവിടുന്ന് ഒരു എണീക്കലുണ്ടാവുള്ളൂ. ഇത് നമ്മൾക്ക് അഡൾട്ട്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഗെയിം ഓർഗനൈസ് ചെയ്തതായിരുന്നു കേട്ടോ. ഈ MC അടിപൊളിയായിരുന്നു. പുള്ളിക്ക് അറിയാം എങ്ങനെ ഒരു ക്രൗഡിനെ എൻഗേജ്ഡ് ആയിട്ട് നിർത്തണമെന്ന്. അങ്ങനത്തെ കളിയുടെ അവസാനം മനീഷ് ഏട്ടൻ ജയിച്ചിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഞങ്ങൾ എല്ലാവരും കൂടി ഫ്രീസ് ഗെയിം കളിക്കുകയായിരുന്നു. ഇത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞു കുഞ്ഞു അച്ഛാടാ, വെരി നൈസ്, പേഴ്സണലൈസ്ഡ് ഇതല്ലേ, വെരി ക്യൂട്ട്, അടിപൊളി വിഷയട്ടാ, വെരി തോട്ട്ഫുൾ. ഇതായിരുന്നു കേട്ടോ എല്ലാ കുട്ടികൾക്കും ഉള്ള റിട്ടേൺ ഗിഫ്റ്റ്. ഭയങ്കര തോട്ട്ഫുൾ ആയിട്ടൊരു ഗിഫ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. ഹാപ്പി ബർത്ത്ഡേ ഡിയർ സെന്തിലേട്ടാ, ഹാപ്പി ബർത്ത്ഡേ ടു യു. അതാ നല്ലത്. ഒരു 11:30 ഒക്കെ ആയപ്പോഴത്തേക്കും പാർട്ടി കഴിഞ്ഞ് നമ്മൾ വന്നത് നേരെ സെന്തിലേട്ടൻ്റെ വീട്ടിലേക്കാണ്. സർപ്രൈസ് ആയിട്ട് പുള്ളിയുടെ കേക്ക് കട്ട് ചെയ്യാൻ ബർത്ത്ഡേക്ക്. അപ്പോൾ ആ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് പോയത്. അപ്പോൾ എല്ലാവർക്കും ബൈ പറഞ്ഞു, ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് നമ്മൾ ഇത് ഇറങ്ങുകയാണ് കേട്ടോ ഇവിടുന്ന്. ഇനി വീട്ടിലേക്ക്. ഗുഡ് നൈറ്റ്. അങ്ങനെ എല്ലാവരോടും ഗുഡ് നൈറ്റും ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ ഇതേ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഞാൻ ഇനി ഒരു സത്യം പറയട്ടെ, എന്നെ കൊണ്ട് ഇനി നടക്കും തോന്നുന്നില്ല ഡെക്കറേഷൻ ഒന്നും. രാത്രി 2 മണി ആയിട്ടുണ്ട് സമയം. നല്ല ക്ഷീണമുണ്ട്, നല്ലോണം ഉറക്കവും വരുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ചിലർക്കെങ്കിലും തോന്നും ഞാൻ നിങ്ങളെ പറ്റിച്ചു എന്ന്. എനിക്ക് എന്നോട് തന്നെ തോന്നുന്നുണ്ട് ഞാൻ എന്നെ പറ്റിച്ചു എന്നുള്ളൊരു ഫീല്. പക്ഷെ എനിക്ക് തീരെ പറ്റുന്നുണ്ടായില്ല. ഈ ഡെക്കറേഷനൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷത്തോടെ ചെയ്യണ്ടേ, അതുകൊണ്ട് ഞാനത് നാളത്തേക്ക് മാറ്റിയിരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. വെരി സൂൺ. ഒരു ഡിസ്ക്ലെയിമറും കൂടി പറയട്ടെ, ഞാൻ പെട്ടെന്ന് തന്നെ ആ ഡെക്കറേഷൻ വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ബൈ.